ഈ കേക്ക് കട്ടിങ് ഒരു 7-8 ദിവസം മുൻപ് എടുത്തു വെച്ചതാണ്. കാരണം അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇത്രയും ആത്മാർത്ഥമായി നമ്മുടെ ബർത്ത്ഡേ കൈകൊട്ടി സന്തോഷിക്കാൻ നമ്മുടെ വീട്ടുകാരെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് സാധിക്കും. എന്തായാലും എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പക്ഷെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയ പോലും ചെയ്യാത്ത ആൾക്കാർ എന്നെ 12 മണിക്ക് വിഷ് ചെയ്തു. ശരിക്കും ഞാൻ അതിൽ ഞെട്ടിപ്പോയി. എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജസിൽ ഞാൻ കണ്ടതിൽ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ വന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി താങ്ക്സ്. സാധാരണ ഞങ്ങളുടെ ആരുടെ ബർത്ത്ഡേ വന്നാലും വാങ്ങിക്കുന്ന കേക്ക് ഒന്നുകിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ്. കാരണം കടകളിൽ കൂടുതലായിട്ട് അവൈലബിൾ ഈ 2 കേക്കുമായിരുന്നു. പക്ഷെ ഇത്തവണ എന്റെ ബർത്ത്ഡേക്ക് പീനട്ടിന് കേക്ക് മേടിച്ചിട്ട് വന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ശാന്തമ്മ ഇങ്ങനെയുള്ള കേക്കൊന്നും അധികം കഴിക്കാത്തതുകൊണ്ട് ഇത് കഴിച്ചപ്പോഴേ ഇതെന്താ ചീത്തയായ കേക്കാണോ എന്നായിരുന്നു അമ്മയുടെ എക്സ്പ്രഷൻ മാത്രമല്ല അങ്ങനെ തന്നെ ചോദിക്കുകയും ചെയ്തു. ശാന്തമ്മയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും എന്തായാലും ആ കേക്ക് ഇഷ്ടപ്പെട്ടു. കേക്ക് മുറിക്കാൻ നേരം അമ്മച്ചൻ അവിടെ വരാത്തതുകൊണ്ട് കേക്കുമായിട്ട് ഞങ്ങൾ അമ്മച്ചന്റെ റൂമിലോട്ട് പോയി. മഴയായാലും വെയിലായാലും തീയില്ലാതെ അമ്മച്ചൻ ഉറങ്ങാറേ ഇല്ല. കേക്കൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചൻ തരക്കേടില്ല, അതങ്ങനെ വരൂ. എന്തായാലും കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ. കഴിഞ്ഞ തവണ എല്ലാവരും ഉള്ളപ്പോൾ എന്റെ ചെറിയമ്മയായിരുന്നു മാറിയിരുന്ന് ഭക്ഷണം കഴിച്ചത്. പക്ഷെ ഇത്തവണ തക്കൂട്ടനാണ് മാറിയിരുന്നത്. തക്കൂട്ടൻ എന്റെ മാമന്റെ മോനാണ്. അവന്റെ അച്ഛനോ അമ്മയോ ചേച്ചിയോ ഒന്നും ഇല്ലാതെ ഇത്രയും ദൂരം വന്നിങ്ങനൊക്കെ മാറിയിരിക്കുമെന്ന് ഞാൻ ഓർത്തേ ഇല്ല. എന്തായാലും കഴിച്ച ഫുഡൊക്കെ ദഹിച്ചോട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ തുള്ളാൻ തുടങ്ങി. വെറുതെ ഇരിക്കണ്ടല്ലോ എന്നും കരുതി വെറുതെ എടുത്തൊരു വീഡിയോ ആണ്. അതെന്തായാലും നല്ല വൃത്തിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. വീഡിയോ എടുത്തത് ഞാനായതുകൊണ്ട് എന്തായാലും അത് വീഡിയോ എടുത്തതിന്റെ പ്രശ്നമല്ല, അത് വെട്ടമില്ലാത്തതിന്റെ പ്രശ്നം. എല്ലാവരുടെയും ഡാൻസ് ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് ഞാൻ ഈ പരിസരത്തേക്കേ ഇല്ല, നിങ്ങൾ എന്തേലും ആയിക്കോന്നും പറഞ്ഞ് തക്കു അങ്ങോട്ട് വന്നേ ഇല്ല. കാരണം വേറെ ഒന്നല്ല, ഒരാൾ ഇതേ ഒരു പോസ് കാണിക്കുമ്പോൾ വേറെ ഒരാൾ ഫോൺ എടുത്ത് ഒരേ ക്യൂട്ട്നെസ്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.